ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം അരി ഒന്ന് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വേവും കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത്, പുതിനയില, മല്ലിയില ഉണ്ടെങ്കിൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ മീഡിയം സൈസിലെ ഒരു തക്കാളി, നല്ലതായിട്ട് പഴുത്തയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കാഷ്യൂനട്ട്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് സ്പൈസസ്, ചെറിയൊരു സവോള നല്ല രീതിയിൽ കനം കുറച്ച് എടുത്തത്. അത് സവോളയും കാഷ്യൂനട്ടും ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിലിലോട്ട് തന്നെ ഒരു കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന രീതി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. സവാള ഇപ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെയാണ് ഇനി ഞാൻ കാഷ്യൂനട്ടും മുന്തിരിങ്ങ എല്ലാം ഇട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി എല്ലാം ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ ഒരു പാത്രത്തിൽ തന്നെയാണ്. ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇനി എല്ലാം ചെയ്യാൻ പോകുന്നതും. കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇടുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നല്ലതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ടത്. തക്കാളി നല്ലതായിട്ട് പഴുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കത്തേയുള്ളൂ. അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കറുവാപ്പട്ടയും കൂടെ എടുത്തിടണം. അത് ആദ്യം ഇടേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയെല്ലാം മൊത്തത്തിലൊന്ന് ഉടയുന്ന വരെ നല്ലതായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ എണ്ണയൊക്കെ നല്ല രീതിയിലൊന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഇരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആദ്യം വറുത്ത് വെച്ച സവോളയുടെ കുറച്ച് പകുതി ഒന്ന് എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് തന്നെ നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഇനി അതിന് ശേഷമാണ് നമ്മൾ അതിനുള്ള മസാലകളൊക്കെ ചേർക്കുന്നത്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്. പിന്നെ ഇതിന് ഒരുപാടൊന്നും സ്പൈസസ് ഒന്നും ചേർക്കുന്നൊന്നുമില്ല. എല്ലാം വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ അളവ് പറയാത്തത് ഞാൻ ആകെ കുറച്ച് 3-4 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അളവൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അളവൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ അതിലിട്ട് വഴറ്റുന്നുണ്ട്. കൊഞ്ച് ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയതാണ്. അപ്പോൾ കൊഞ്ച് കിട്ടിയപ്പോൾ ഒരു കൊഞ്ച് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ചെയ്ത് നോക്കുകയാണ്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊഞ്ചും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കൊഞ്ച് വേകാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. കുറച്ചൊന്ന് വേകാൻ വേണ്ടി മാത്രം ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ആ വെള്ളമായിട്ട് കൊഞ്ചും ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഇടുന്നുണ്ട്. നാരങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ചു. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് വറ്റിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അങ്ങോട്ട് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ലെയറാക്കിയാണ് ഇടുന്നത്.
കുറച്ച് ഒരുപാടങ്ങ് നമ്മൾ കുത്തിയിട്ടങ്ങ് ഇളക്കാൻ പാടില്ല, ഒന്ന് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കാവുള്ളൂ. കുറച്ചിട്ടു. അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു ഇടുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഇടുന്നുണ്ട്. പിന്നെ സവോള ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട്, അതേപോലെ തന്നെ ഒന്നും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് 2 ലെയറായിട്ടാണ് ഞാൻ ഇടുന്നത് റൈസ്. ഇതേപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതിനുശേഷം ഞാൻ തുറക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ടേസ്റ്റും അതേപോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അടി കൂട്ടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണേ. കാരണം നമ്മൾ വെച്ചേക്കുന്ന ചോറൊന്നും അത്രയും അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. പതുക്കെ അടിയിൽ നിന്നുള്ള ഗ്രേവി എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഒരാൾ റെഡി ആയിരിപ്പുണ്ട്. നമുക്കൊന്ന് കൊടുത്തിട്ട് അഭിപ്രായം എന്തായെന്ന് കേൾക്കാം. ഇത്രയും കൊഞ്ച് വേണ്ട, കുറച്ചിട്ടാ മതി. കൊഞ്ച് ഒത്തിരി കൊഞ്ചായിപ്പോയി. അതിലേക്ക് സൂപ്പറാണ്. കൊള്ളാം. വേറെ സൈഡൊന്നും വേണ്ട. ടേസ്റ്റുണ്ട്. ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.